പ്രിയ യൂട്യൂബ് സുഹൃത്തുക്കളെ, ഞാൻ അടൂർ ഫിലിപ്പ് മങ്കുഴിയിൽ. ഞാൻ ഏകദേശം 2.5 വർഷം മുമ്പ് യൂട്യൂബിൽ ഈ പേരിൽ ഒരു ബ്ലോഗ് തുടങ്ങിയിരുന്നു. അതായത് സാമൂഹ്യ വിഷയങ്ങളും എൻജിനീയറിംഗ് വിഷയങ്ങളും പൊതുജനത്തിൻ്റെ അറിവിലേക്ക് പകരാൻ വേണ്ടി തുടങ്ങിയെങ്കിലും കഴിഞ്ഞ 2.5 വർഷമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇന്ന് മലയാള മാസം 1200 ചിങ്ങം 1 വീണ്ടും ഈ ബ്ലോഗ് പുനരാരംഭിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ പല വിഷയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതും കൂടുതലും എൻ്റെ അനുഭവ പരിചയത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി നേരിട്ട പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്ലോഗിൽ കൂടെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. പല വിഷയങ്ങളും ഇതിൽ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കുറേ കഴിയുമ്പോൾ ബ്ലോഗിന് നമ്പർ ഇട്ടിട്ട് ഏത് എൻജിനീയറിംഗ് വിഷയം ഏതാണ്, സാമൂഹ്യ വിഷയം ഏതാണെന്ന് ഇവിടെ നമ്പർ ചെയ്യുന്നതാണ്. അത്രയും ഡീറ്റെയിൽസ് ഇപ്പോൾ ആയിട്ടില്ല. അത് മുറയ്ക്ക് ഈ ബ്ലോഗിൽ തന്നെ അത് പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കേരളത്തിൽ ഒരു സ്വന്തം ഫണ്ടോടുകൂടി ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷയങ്ങളെ പറ്റിയാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലാണ്, അല്ലാതെ ഞാനൊരു സാമ്പത്തികാര്യ വിദഗ്ധനോ അല്ലെങ്കിൽ മുന്നൊരു കോർപ്പറേറ്റോ അല്ല ഒരു മുൻ ബിസിനസ് ചെയ്തതിൻ്റെ അനുഭവത്തിലല്ല. ഞാനിപ്പോൾ നേരിട്ട ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫ്യൂച്ചറിൽ നിങ്ങളും ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിടാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുന്നത്. ആദ്യമായി നിങ്ങൾ ഇറങ്ങുന്ന പ്രോജക്റ്റിനെ പറ്റി വളരെ ശരിയായ രീതിയിൽ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന മേഖലയാണെങ്കിൽ പോലും കേരളത്തിലെ പല രീതികളും, നിങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്തവരായിരിക്കും, വിദേശത്ത് നല്ല കമ്പനികൾ ഓടിച്ചവരായിരിക്കും, എങ്കിലും കേരളത്തിലെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. ആദ്യമായി നിങ്ങളറിയാവുന്ന മേഖലയിൽ തന്നെ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ എവിടെയെങ്കിലും കമ്പനികളിൽ നിന്നോ മറ്റ് പ്രോജക്റ്റുകളിൽ നിന്നോ കുറേ എക്സ്പീരിയൻസ് നേടിയെടുക്കണം. കാരണം നമ്മൾ കാണാത്ത ഒത്തിരി രീതികളും ഇതിൽ ചതിക്കുഴികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ, ഇപ്പോൾ ഒരു തുണിക്കടയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ തുണിക്കടയിൽ പോയി 1 മാസമോ 6 മാസമോ 1 വർഷമോ നിന്നിട്ട് ഇതിൻ്റെ ഈ സപ്ലൈ ചെയ്യുന്നവരും അവർ ആളുകളുമായി ഡീൽ ചെയ്യുന്നതും, ചിലപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന തുണി 1000-ന് വിൽക്കുന്നതായിരിക്കും, ചിലർ 100-ന് വാങ്ങിക്കുന്ന 200-ന് വിൽക്കുന്നതായിരിക്കും. അങ്ങനെ അതെന്ത് കാരണത്താലാണ് 100-ൻ്റെ തുണി 1000-ന് വിൽക്കുന്നതും 100-ൻ്റേത് 100-ന് വിൽക്കുന്നതും 100-ൻ്റെ 200-ന് വിൽക്കുന്നതും വെച്ചാൽ മാർക്കറ്റിലെ ട്രെൻഡും ആളുകളുടെ അഭിരുചിയുമാണ്. നിങ്ങൾ കാണാത്തൊരു അഭിരുചി മാർക്കറ്റിലുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് ആ മേഖലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കധികം പാളിച്ചകൾ വരാതെയിരിക്കും. പിന്നീട് നിങ്ങൾ സ്വന്തം ഫണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. സ്വന്തം ഫണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി, നിങ്ങൾ 1 കോടി സമ്പാദ്യമുള്ള ഒരാളാണെങ്കിൽ ഈ 1 കോടി രൂപയെ ഒരിക്കലും നിങ്ങൾ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം അതിൻ്റെ 50% സേഫ് സൈഡായിട്ട് ഒരു 70% മാത്രമേ നിങ്ങൾ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി നിങ്ങൾ ഒരു പ്രോജക്റ്റ് പൊളിഞ്ഞാൽ പോലും നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ഓടിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന എമൗണ്ട് യാതൊരു കാരണവശാലും പ്രോജക്റ്റിലേക്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അതല്ല, നിങ്ങൾക്ക് ബാങ്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 20% ഇനി പ്രോജക്റ്റിൻ്റെ ആവശ്യമാണെങ്കിൽ പോലും പ്രോജക്റ്റിലേക്ക് അത് റിസർവായി സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ പ്രോജക്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ, ആ പ്രശ്നം നേരിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ വെൽവിഷേഴ്സും ധരിച്ചിരിക്കുന്ന പലരും ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പിന്നിൽ കൂടെ നിങ്ങൾക്ക് കുത്താൻ ആരംഭിച്ചിരിക്കും. അതുകൊണ്ട് ഒരത്യാവശ്യം വരുമ്പോൾ ഞാൻ ഇന്നാരുടെ നിന്ന് വാങ്ങിക്കും മറിക്കും എന്നും വിചാരിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഫുൾ ഫണ്ട് 100% ഫണ്ടെടുത്ത് പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്യരുത്. ഒരു 20% നിങ്ങളുടെ ഫ്യൂച്ചറിൽ, അഥവാ 80% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോജക്റ്റ്
മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഈ 20% നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കതിൻ്റെ അനന്തര നടപടികളിലേക്ക് ഒരാളെ പോയി കാണുകയോ അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ടിന് പുറത്ത് പോകുകയോ അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ മുടക്കാനും അങ്ങനെ 100 ഫോർമാറ്റുകൾ നിങ്ങൾക്ക് വരും. അതിനുവേണ്ടി നിങ്ങൾ ഫണ്ട് കണ്ടെത്താൻ ഒരാൾ പോലും നിങ്ങളെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം പ്രോജക്റ്റിന് എന്തെങ്കിലും തകർച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ പിന്നെ സഹായിക്കുകയില്ല. അതുകൊണ്ട് ഒരു 20% ഫണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കി മാത്രമേ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഒരു കാരണവശാലും നിങ്ങൾ വൻപലിശയ്ക്ക് കടമെടുത്തിട്ട് റോൾ ചെയ്യാൻ 2 ദിവസത്തേക്കെന്നോ 3 ദിവസത്തേക്കെന്നോ എന്ന് വിചാരിച്ച് റോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അത് ഇതെങ്ങനെ ആയാലും തരുന്നവർ തന്നെ പുറത്ത് വിടും, ഞങ്ങൾക്ക് തന്നവർ തന്നെ പുറത്ത് വിടും. ഈ ന്യൂസ് ഫ്ലാഷ് ആവും, ഇദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് പൊളിയാൻ പോകുന്ന ഒരു ഫ്ലാഷ് ന്യൂസ് വിടും. അതോടുകൂടി നിങ്ങൾക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ തരാൻ പോകുന്നവർ പോലും നിങ്ങൾക്ക് ഫണ്ട് തരാൻ മടിക്കും. അതോടുകൂടി നിങ്ങൾ വലിയ കുരുക്കിലേക്ക് പോയി ചാടുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ഈ കുരുക്കിൽ നൂരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അകപ്പെടുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇത് മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷനുള്ള ഐറ്റമാണെന്നുണ്ടെങ്കിൽ, അതല്ല ഒരു മൊണോപ്പൊളി ആണെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രശ്നം വരത്തില്ല. മൊണോപ്പൊളി ആയിരിക്കില്ല. ഇപ്പം നിങ്ങളെന്ത് തുടങ്ങിക്കഴിഞ്ഞാലും ഒരു വർക്ക്ഷോപ്പാണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും ശരി, മാർക്കറ്റിൽ നമുക്കൊരു കോമ്പറ്റീറ്റർ കാണും. പുതിയതായിട്ട് ഒരു സംരംഭം വരുമെന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റിൽ നിലവിലുള്ളവർ ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തും. കാരണം നിങ്ങൾക്ക് ഒരു എതിരാളിയായിട്ട് വരുന്നതായതുകൊണ്ട് നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടണമെന്നില്ല. മാർക്കറ്റിൽ നിങ്ങൾ വരുന്നതിൻ്റെ തുടക്കം എൻട്രി നിങ്ങൾക്ക് എന്തായാലും ഒരു സപ്പോർട്ടീവ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇതെന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി പലർക്കും വളരെ ത്വരയുണ്ട്. അതനുസരിച്ച് യാതൊരു കാരണവശാലും നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി ഒരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ വർക്ക് ചെയ്യുന്നവരോട് പോലും ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഷെയർ ചെയ്യരുത്. ഇപ്പോൾ വളരെ മൊബൈല് മെയില് ഒക്കെ ഉള്ള കാലമാണ്. ഒരാളുടെ 4 സിമ്മൊക്കെ ഇട്ടിരിക്കുന്ന മൊബൈലുകളാണ്. ഏത് സമയവും ഇതിൻ്റെ സീക്രട്ടുകൾ ഇവർ ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ സീക്രട്ടുകൾ പുറത്തു പോകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെൽവിഷേഴ്സ് ഉദ്ദേശിക്കുന്ന പലരും നിങ്ങളുടെ വെൽവിഷേഴ്സ് അല്ല. അവർ തോളെ കൈയിടും, കെട്ടിപ്പിടിക്കും, വളരെ സ്വീറ്റായിട്ട് സംസാരിക്കും. പക്ഷേ അവർ രഹസ്യമായിട്ട് നിങ്ങൾക്ക് കണ്ട് പാരമണിയും. കാരണം കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ശാപമാണ് ജലസം എന്നുള്ളത്. ഒരുത്തിന് എന്തെല്ലാം ബെനിഫിറ്റ് എടുത്താലും ഒരുത്തിൻ്റെ ഉയർച്ച വേറെ ആൾ ഇഷ്ടപ്പെടുന്നില്ല. ഇത് മറ്റുള്ള രാജ്യത്തെ ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത് വളരെ അധികം കണ്ടുവരുന്നതാണ്. ഒരുത്തൻ്റെ ഉയർച്ചയിൽ ഒരുത്തിന് താല്പര്യമില്ല. അത് എത്ര സുഹൃത്താണെങ്കിലും സൗഹൃദം ഉണ്ടെങ്കിലും ശരി, അത് കഴിയുന്നതും അതിൻ്റെ പേരിൽ ഭാരവപ്പ് വരാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ പറ്റിയോ നമ്മൾ ആരെയൊക്കെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞത് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളത് മാർക്കറ്റിൽ വരുന്നത് വരെ പബ്ലിസിറ്റി കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക. പക്ഷേ അതിൻ്റെ നിർമ്മാണ രഹസ്യങ്ങളോ നമ്മൾ ആരെ കാണാൻ പോകുന്നോ റോ മെറ്റീരിയൽ എവിടെ നിന്ന് വാങ്ങിക്കുന്നതോ അതിൻ്റെ ഘടനകളൊന്നും കഴിവതും പുറത്തേക്ക് വിടാതിരിക്കുക. കാരണം വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വഴി തന്നെ വേറൊരാളെ കൊണ്ട് നടിക്കാൻ കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഫലത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും, അതല്ല നിങ്ങളൊരു പുതിയ ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ടെക്നോളജി ഫുള്ള് ഒരാളെ കൊണ്ട് തന്നെ, നിങ്ങൾക്ക് വളരെ വിശ്വസ്തനായ ഒരാളുണ്ടെങ്കിൽ ആ ആളെ കൊണ്ട് മാത്രമേ ഇത് അസംബ്ലിയിലേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ 10 പേരെ കൊണ്ട് 10 പാർട്സ് ഉണ്ടാക്കി നിങ്ങൾ രഹസ്യമായി അത് അസംബിൾ ചെയ്യുക. കാരണം അതുവരെ ഇത് പലരുടെ വഴിയായിട്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് എന്താണെന്ന് വായിച്ചുകൊണ്ടിരിക്കും. അത് പലതരത്തിൽ നമുക്ക് ഫ്യൂച്ചറിൽ തടസ്സങ്ങളുണ്ടാക്കും. ചിലപ്പോൾ പ്രോജക്റ്റ് വിജയിക്കാതെ പോകാൻ തന്നെ അത് മതിയാവും. അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും അവർ ഫേസ് ചെയ്യാൻ വേണ്ടി യാതൊരു കാരണവശാലും കമ്മ്യൂണിറ്റി രഹസ്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇതുപോലെ ഇതിൻ്റെ കമ്പനി തുടങ്ങുമ്പോഴുള്ള ബാങ്കിങ് രംഗത്തെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും ബാങ്കിൽ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അതുവരെ
നമസ്കാരം.